പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അങ്ങ് മനുഷ്യനെ ഓർക്കുവാൻ അവൻ ആരാണ്? ദൂതന്മാരെക്കാളും അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. മഹിമയും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു. ദൈവം മനുഷ്യന് കൽപ്പിച്ചു നൽകിയ ഉന്നതമായ സ്ഥാനമാണ് ഈ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. ദേവദൂതന്മാരെക്കാൾ അല്പം താണതും മഹിമയും ബഹുമാനവും നിറഞ്ഞ കിരീടമണിഞ്ഞ ജീവിതമാണ് നമ്മുടേതെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. പലപ്പോഴും നമുക്ക് വന്നു ഭവിക്കുന്ന വലിയൊരു വീഴ്ചയുണ്ട്. നമ്മൾ കർത്താവ് നമുക്ക് തന്ന വിലയും മഹത്വവും മറന്നുപോകുന്നു എന്നുള്ളതാണ് ആ വീഴ്ച. ഈശോയുടെ രക്തത്തിൻ്റെ വിലയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിലയെന്ന് തിരിച്ചറിയാം. ഈ ലോകവും അതിൻ്റെ മോഹങ്ങളും വിലകിട്ട പലതും നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുമ്പോഴും കർത്താവ് നമ്മളോട് പറയും, നീ എനിക്ക് വിലയുള്ളവനാണ്, വിലയുള്ളവളാണ്. കർത്താവ് നമുക്ക് തന്ന ആ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിവസം ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ തന്നെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കൊടുക്കാം. കർത്താവ് നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി അർപ്പിക്കാം. അവിടുത്തെ മഹത്വത്തിന് യോജിച്ച വിധം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനുള്ള കൃപയാചിക്കാം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.